അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ആദ്യത്തെ പരീക്ഷ കിതാബുൽ അഖീദയാണ്. കിതാബുൽ അഖീദയിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ടുന്ന പാഠഭാഗങ്ങൾ ആദ്യത്തെ 4 പാഠങ്ങളാണ്. അല്ലാഹു മൗജൂദുൻ, അല്ലാഹു അഹദുൻ, അല്ലാഹു ഖാദിറുൻ, അല്ലാഹു മുനസ്സഹുൻ എന്നീ 4 പാഠങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ 4 പാഠങ്ങളുടെയും ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ആമുഖമായി വിദ്യാർത്ഥികളോട് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, ഓരോ പാഠങ്ങളും ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ ആവർത്തിച്ച് വായിക്കുകയും എഴുതാനുള്ള ഭാഗങ്ങൾ നിർബന്ധമായും എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്നും, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ പാഠം അല്ലാഹു മൗജൂദുൻ. ഈ 4 പാഠങ്ങളിലായി നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹുവിന് ഉണ്ടാവൽ നിർബന്ധമായ 20 സിഫത്തുകളുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണ്ടാവാൻ പാടില്ലാത്ത 20 സിഫത്തുകളുണ്ട്. ജായിസായ ഒരു സിഫത്തുണ്ട്. അങ്ങനെ 41 സിഫത്തുകളാണ് അള്ളാഹുവിനുള്ളത്. ഈ 41 സിഫത്തുകളാണ് ഈ 4 പാഠങ്ങളിലായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഓരോ സിഫത്തുകളും അറബിയിൽ അതിനെന്താണ് പറയുക, അതിന്റെ അർത്ഥം എന്താണ്, ഇത് രണ്ടും വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് കടക്കാം. അല്ലാഹു മൗജൂദുൻ, അള്ളാഹു ഉള്ളവനാണ്. മൗജൂദ് എന്ന് പറഞ്ഞാൽ ഉള്ളവൻ, അത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്. ഈ ഒന്നാമത്തെ പാഠത്തിൽ അള്ളാഹുവിന്റെ 5 സിഫത്തുകൾ, വാജിബായ 5 സിഫത്തുകളാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. സർവ്വലോകവും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ് അള്ളാഹു. അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ. അള്ളാഹു എന്നെന്നും ഉള്ളവനാണ്. അവന് തുടക്കവും അവസാനവുമില്ല. അവനെ പോലെ ആരുമില്ല. അവന് തുല്യമായ ഒരു വസ്തുവുമില്ല. അവന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. ഇവയെല്ലാം അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളിൽ പെട്ടതാകുന്നു. അവ നമുക്ക് ഇങ്ങനെ പഠിക്കാം. അപ്പോൾ ഈ ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് 5 സിഫത്തുകൾ, വാജിബായ 5 സിഫത്തുകൾ, അള്ളാഹുവിനേക്ക് ഉണ്ടാവൽ നിർബന്ധമായ 5 സിഫത്തുകളാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഏതെല്ലാമാണത്? വുജൂദ്, ഖിദം, ബഖാ, മുഖാലഫത്തുൽ ലിൽ ഹവാദിസി, ഖിയാമുൻ ബിൻ നഫ്സ്. ഇങ്ങനെ 5 വാജിബായ സിഫത്തുകളാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് വുജൂദ് എന്ന് പറഞ്ഞാൽ? ഇതിന്റെ അർത്ഥവും നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. വുജൂദ് എന്ന് പറഞ്ഞാൽ ഉള്ളവനായിരിക്കൽ. അല്ലാഹു തആല ഉള്ളവനായിരിക്കൽ. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇല്ലാത്തവൻ എന്ന് പറയാൻ പാടില്ല. അള്ളാഹു വുജൂദാണ്, ഉള്ളവനാണ്. രണ്ടാമത്തത് ഖിദം. ഖിദം എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാതിരിക്കൽ. ഇന്ന സമയം മുതൽ, ഇന്ന വർഷം മുതലാണ് അള്ളാഹു താല ഉണ്ടായത് എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. അള്ളാഹു താല ഖിദമാണ്, തുടക്കം ഇല്ലാത്തവനാണ്. നമ്മെ സംബന്ധിച്ച് നമുക്കൊക്കെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ഇന്ന ദിവസമാണ് നമ്മൾ ജനിച്ചത് എന്നുള്ള ഒരു തീയതിയുണ്ട്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒന്ന് പറയാൻ പാടില്ല. അള്ളാഹു താല ഖിദമാണ്, തുടക്കമില്ലാതിരിക്കൽ. ഇന്ന സമയം മുതലാണ് അള്ളാഹു ഉണ്ടായത് എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. ഇനി അള്ളാഹുവിന്റെ മൂന്നാമത്തെ വാജിബായ സിഫത്താണ് ബഖാ. ബഖാ എന്ന് പറഞ്ഞാൽ അന്ത്യമില്ലാതിരിക്കൽ. അള്ളാഹു താല എന്നെന്നും ഉള്ളവനാണ്. അള്ളാഹുവിന് അന്ത്യമില്ല. നമ്മെ സംബന്ധിച്ച് നാം ഒക്കെ ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ്. നമുക്കൊക്കെ ഡേറ്റ് ഓഫ് ഡെത്തും ഉണ്ടാകും. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു അന്ത്യമില്ലാത്തവനാണ്, എന്നെന്നും നിലനിൽക്കുന്നവനാണ് അള്ളാഹു. അതാണ് മൂന്നാമത്തെ സിഫത്ത്, ബഖാ. ഇനി 4ാമത്തെ സിഫത്ത് മുഖാലഫത്തുൽ ലിൽ ഹവാദിസി. സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാകൽ. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിനെ പോലെയുമല്ല അള്ളാഹു. എല്ലാ സൃഷ്ടികളോടും വ്യത്യാസമായവനാണ്, എതിരായവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ്, അള്ളാഹുവിന്റെ രൂപം എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധ്യമല്ല. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നുപോലെയുമല്ല അള്ളാഹു. നമ്മളൊരു വസ്തുവിനെ മനസ്സിലാക്കണമെങ്കിൽ വേറെ ഒരു വസ്തുവിനോട് നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനെയാണ് ഒരു വസ്തുവിനെ നമ്മൾ പൊതുവെ മനസ്സിലാക്കാറുള്ളത്. പക്ഷേ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നുപോലെയുമല്ല അള്ളാഹു. എല്ലാ സൃഷ്ടികളോടും എതിരായവനാണ്.
മുഖാലഫത്തുൽ ഹവാദിസാണ്, സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യാസമായവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി അഞ്ചാമത്തെ വാജിബായ സിഫത്ത് ഖിയാമും ബിൻ നഫ്സ്, സ്വയം നിലനിൽക്കൽ. അല്ലാഹു തആലാക്ക് മറ്റൊരാളുടെയും സഹായത്തിന്റെ ആവശ്യമില്ല, സ്വയം നിലനിൽക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നമ്മെ സംബന്ധിച്ച് നമുക്ക് പല ആവശ്യങ്ങളും നേടിയെടുക്കണമെങ്കിൽ പലരുടെയും സഹായങ്ങൾ ആവശ്യമാണ്. പക്ഷെ അല്ലാഹു തആല ഖിയാമും ബിൻ നഫ്സാണ്, സ്വയം എല്ലാറ്റിനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ 5 സിഫത്തുകളാണ് ഒന്നാമത്തെ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഏതെല്ലാമാണ്? വുജൂദ്, ഖിദം, ബഖാ, മുഖാലഫത്തുൽ ഹവാദിസ്, ഖിയാമും ബിൻ നഫ്സ്. ഇതിന്റെ അർത്ഥം കൂടെ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. അള്ളാഹുവിന് 20 വാജിബായ സിഫത്തുകളും. എന്താണ് വാജിബായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ? ഉണ്ടാവൽ അനിവാര്യമായത്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണ്ടാവൽ നിർബന്ധമായ സിഫത്തുകൾ, അതിനാണ് വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നത്. അതുപോലെ 20 മുസ്തഹീലായ സിഫത്തുകളും. മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ ഉണ്ടാവാൻ പാടില്ലാത്തത്. ഒരു ജായിസായ സിഫത്തുമുണ്ട്. അങ്ങനെ 41 സിഫത്തുകളാണ് അള്ളാഹുവിനുള്ളത്. ഉത്തരം എഴുതാം. അള്ളാഹുവിന്റെ 5 വിശേഷണങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. വുജൂദ്, ഖിദം, ബഖാ, മുഖാലഫത്തുൽ ഹവാദിസ്, ഖിയാമും ബിൻ നഫ്സ്. വിദ്യാർത്ഥികൾ അത് ഇവിടെ എഴുതി കൊടുക്കണം. ഇനി യോജിച്ചത് എടുത്തെഴുതാം. ബ്രാക്കറ്റിൽ വുജൂദ്, ഖിദം, ബഖാ, മുഖാലഫത്തുൽ ഹവാദിസ്, ഖിയാമും ബിൻ നഫ്സ് എന്നീ 5 വാജിബായ സിഫത്തുകൾ തന്നിട്ടുണ്ട്. നമ്മൾ ശരിയായത് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് തുടക്കമില്ലാതിരിക്കൽ. തുടക്കമില്ലാതിരിക്കൽ എന്നുള്ളത് ഏത് സിഫത്താണ്? തുടക്കമില്ലാതിരിക്കൽ എന്നുള്ളത് ഏത് സിഫത്താണ്? ഖിദമാണ്. ഖിദം എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാതിരിക്കൽ. നമ്മളിവിടെ അർത്ഥസഹിതം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഖിദം എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാതിരിക്കൽ. രണ്ടാമത്തത് ഉള്ളവനായിരിക്കൽ. ഏതാണ്? വുജൂദ്. വുജൂദ് എന്ന് പറഞ്ഞാൽ ഉള്ളവനായിരിക്കൽ. മൂന്നാമത്തത് സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാവൽ. ഏതാണത്? മുഖാലഫത്തുൽ ഹവാദിസ്. നാലാമത്തത് അന്ത്യമില്ലാതിരിക്കൽ. ഏതാണത്? ബഖാ. അഞ്ചാമത്തത് സ്വയം നിലനിൽക്കൽ, ഖിയാമും ബിൻ നഫ്സ്. ഇങ്ങനെ നമുക്ക് ഇതിന്റെ അറബിയും അതിന്റെ അർത്ഥവും നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി എണ്ണം എഴുതാം. വാജിബായ സിഫത്തുകൾ എത്രയാണ്? 20. മുസ്തഹിലായ സിഫത്തുകൾ എത്രയാണ്? 20. ജായിസായ സിഫത്ത് 1. ഈ വാജിബായ സിഫത്തുകളുടെ നേരെ ഓപ്പോസിറ്റ് ആണ് മുസ്തഹിലായ സിഫത്തുകൾ. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ 4ാമത്തെ പാഠത്തിൽ അത് വിശദീകരിക്കും. ഇനി അടുത്തത് 2ാമത്തെ പാഠം അല്ലാഹു അഹദുൻ, അല്ലാഹു ഒരുവനാകുന്നു. ഈ പാഠത്തിൽ നമ്മൾ 6 മുതൽ 13 വരെ 8 വാജിബായ സിഫത്തുകൾ കൂടെ ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുകയാണ്. അല്ലാഹുവിന് അനിവാര്യമായ 5 വിശേഷണങ്ങൾ മുൻ പാഠത്തിൽ നാം പഠിച്ചുവല്ലോ. അവന് ഉണ്ടാവൽ നിർബന്ധമായ 8 സിഫത്തുകൾ കൂടി നമുക്ക് പഠിക്കാം. ഏതൊക്കെയാണ്? ഇനി അള്ളാഹുവിന്റെ വാജിബായ മറ്റു സിഫത്തുകൾ. ഒന്നാമത്തത് വഹ്ദാനിയത്ത്. എന്താണ് വഹ്ദാനിയത്ത് എന്ന് പറഞ്ഞാൽ? ഏകത്വം. അള്ളാഹു തആല ഒരുവനല്ലേ, ഏകനല്ലേ. അടുത്തത് ഖുദ്റത്ത്, കഴിവ്. എല്ലാ കഴിവുകളും ഉള്ളവനല്ലേ അള്ളാഹു തആല. ഇറാദത്ത്, ഉദ്ദേശിക്കൽ. അള്ളാഹു തആല ഉദ്ദേശിച്ചതേ ഇവിടെ നടക്കൂ. 9ാമത്തത് ഇൽമ്, അറിവ്. അല്ലാഹു തആല എല്ലാം അറിയുന്നവനാണ്. ഹയാത്ത്, ജീവിച്ചിരിക്കൽ. സംഅ്, കേൾവി, എല്ലാം കേൾക്കുന്നവനും. ബസർ, കാഴ്ച, എല്ലാം കാണുന്നവനും. കലാം, സംസാരം. ഇതൊക്കെ അല്ലാഹുവിന്റെ മറ്റു വാജിബായ സിഫത്തുകളാണ്. ഈ വിശേഷണങ്ങളെല്ലാം നമുക്കുമുണ്ട്. ഇപ്പോൾ ഈ പറയപ്പെട്ട വിശേഷണങ്ങളൊക്കെ നമുക്കുമുണ്ട്. എന്നാൽ നമ്മുടേത് അപൂർണവും അല്ലാഹു നൽകിയതുമാണ്. ഉദാഹരണം, സംസാരം നമുക്കുണ്ട്, കേൾവി നമുക്കുണ്ട്, കാഴ്ച നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ കേൾവിക്കും നമ്മുടെ കാഴ്ചക്കും സംസാരത്തിനുമൊക്കെ പരിധിയുണ്ട്. അതൊക്കെ അപൂർണമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. എന്നാൽ നമ്മുടേതോ അത് അപൂർണവും അത് അള്ളാഹു നൽകിയതുമാണ്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഈ സിഫത്തുകളെല്ലാം അത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. അപ്പോൾ ഈ 8 സിഫത്തുകൾ കൂടെ ആകെ 13 സിഫത്തുകളായി. വിദ്യാർത്ഥികൾ അതിന്റെ അറബിയും അർത്ഥവും നിർബന്ധമായും പഠിച്ചിരിക്കണം. ഉത്തരം എഴുതാം. അള്ളാഹുവിന്റെ നിർബന്ധമായ സിഫത്തുകളിൽ നിന്ന് 3 എണ്ണം എഴുതുക. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ 5 എണ്ണം പഠിച്ചു. ഈ 2ാമത്തെ പാഠത്തിൽ 8 എണ്ണം പഠിച്ചു. ആകെ 13 എണ്ണം പഠിച്ചു. അതിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി.
രണ്ട്, നമ്മുടെ കേൾവിയും അള്ളാഹുവിന്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ കേൾവിക്ക് ഒരു പരിധിയുമില്ല. അർത്ഥം എഴുതാം. സംഅ, എന്താണ് സംഅ എന്ന് പറഞ്ഞാൽ? സംഅ എന്ന് പറഞ്ഞാൽ കേൾവി. അടുത്തത് ഖുദ്റത്ത്. ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ കഴിവ്. ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ച. കലാം എന്ന് പറഞ്ഞാൽ സംസാരം. ഈ സിഫത്തുകളൊക്കെ വിദ്യാർത്ഥികൾ അർത്ഥസഹിതം പഠിച്ചിരിക്കണം. താഴെ പറയുന്ന സിഫത്തുകളുടെ വിപരീതം ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. എന്തൊക്കെയാണ് വിപരീതം? ഈ വിപരീതമായ സിഫത്തുകൾക്കാണ് നമ്മൾ മുസ്തഹീലായ സിഫത്ത് എന്ന് പറയുക. ബ്രാക്കറ്റിൽ കൊടുത്തത് എന്തെല്ലാം? കഴിവില്ലായ്മ, ഉദ്ദേശമില്ലാതിരിക്കൽ, ഒന്നിലധികം ആവൽ, അറിവില്ലായ്മ, മരണം, കേൾവിയില്ലായ്മ, കാഴ്ചയില്ലായ്മ, സംസാരമില്ലായ്മ. ഇതെല്ലാം വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണം. ഇനി നമ്മൾ ശരിയായത് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ഇൽമ്. ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു, അറിവ്. അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അറിവില്ലായ്മയല്ലേ? അറിവ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വിപരീതം എന്താണ്? അറിവില്ലായ്മ. ഈ ബ്രാക്കറ്റിൽ അറിവില്ലായ്മ എന്നുള്ളതുണ്ട്, അതിങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത് സംഅ. സംഅ എന്ന് പറഞ്ഞാൽ കേൾവി. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വിപരീതം എന്താണ്? കേൾവിയില്ലായ്മ. അത് ഇങ്ങോട്ട് എടുത്തെഴുതുക. അടുത്തത് ഖുദ്റത്ത്. ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ കഴിവ്. അതിന്റെ ഓപ്പോസിറ്റ് വിപരീതം എന്താണ്? കഴിവില്ലായ്മ. അതും ഇവിടെയുണ്ട്. ഒന്നാമതായിട്ട് കഴിവില്ലായ്മ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് ഇവിടേക്ക് എടുത്തെഴുതണം. കലാം. കലാം എന്ന് പറഞ്ഞാൽ സംസാരം. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സംസാരമില്ലായ്മ. ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ച. അതിന്റെ ഓപ്പോസിറ്റ് കാഴ്ചയില്ലായ്മ. ഹയാത്ത്, ജീവിച്ചിരിക്കൽ. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മരണമാണ്. അതിവിടെയുണ്ട്, ഇങ്ങോട്ട് എടുത്തെഴുതുകയാണ് വേണ്ടത്. ഇറാദത്ത്, ഉദ്ദേശിക്കൽ. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഉദ്ദേശമില്ലാതിരിക്കൽ. വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ ഏകത്വം. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഒന്നിലധികം ഉണ്ടാവൽ, ഒന്നിലധികമാവൽ. അതാണ് വഹദാനിയത്തിന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇതുപോലെ ഈ വാജിബായ സിഫത്തുകളുടെ വിപരീതം, ആ വിപരീതത്തിനാണ് യഥാർത്ഥത്തിൽ മുസ്തഹീലായ സിഫത്ത് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നാലാമത്തെ പാഠത്തിൽ അതിന്റെ അറബി കൂടെ നമുക്ക് പഠിക്കാം. ഇവിടെ അതിന്റെ അർത്ഥം മാത്രമാണ് തന്നിട്ടുള്ളത്. ഈ വാജിബായ സിഫത്തിന്റെ വിപരീതമായ സിഫത്തുകൾ ഇവിടെ എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് ഉസ്താദിന്റെ സഹായത്തോടെ എഴുതാം. താഴെ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിന്റെ ഏത് സിഫത്തുകളെ സൂചിപ്പിക്കുന്നു? ഒന്നാമത്തത് ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹു തആല ഒരുവനാണ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഒരുവനാണ്. ആ അള്ളാഹു ഒരുവനാണ്. അഹദ് എന്നുള്ളത് ഏത് സിഫത്തിനോട് യോജിക്കുന്നതാണ്? വഹദാനിയത്ത്. നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞു, ഒന്നാമത്തെ സിഫത്ത് വഹദാനിയത്ത്, ഏകത്വം. അതിനോട് യോജിക്കുന്നതാണ് അഹദ് എന്നുള്ളത്. രണ്ടാമത്തത് അള്ളാഹു സമദ്. അള്ളാഹു നിരാശ്രയനാണ്. ഒരാവശ്യത്തിനും വേറൊരാളെ ആശ്രയിക്കേണ്ടുന്ന ആളല്ല അള്ളാഹു. അള്ളാഹു സമദാണ്. അത് ഏത് സിഫത്തിനോടാണ് യോജിക്കുന്നത്? നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞു, ഖിയാമും ബിൻ നഫ്സ്, സ്വയം നിലനിൽക്കൽ. ഒന്നിനും അള്ളാഹു തആലാക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല. ഇനി അവസാനത്തത് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യമായി മറ്റാരുമില്ല. അത് ഏത് സിഫത്തിനോട് യോജിക്കുന്നതാണ്? അതും ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുഖാലഫത്തുൽ ലിൽ ഹവാദിസി, സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാകൽ. അപ്പോൾ ചുരുക്കത്തിൽ ഈ രണ്ട് പാഠങ്ങളിലായി അള്ളാഹുവിന്റെ 13 വാജിബായ സിഫത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പാഠം അള്ളാഹു ഖാദിറുൻ, അള്ളാഹു കഴിവുള്ളവനാണ്. ഖാദിർ എന്നുള്ളത് അള്ളാഹുവിന്റെ മറ്റൊരു സിഫത്താണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമാണ്. അവൻ സദാ ജീവിച്ചിരിക്കുന്നവനും സംസാരിക്കുന്നവനും ഉദ്ദേശിക്കുന്നവനുമാണ്. അവന്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഉണ്ടാകുന്നതല്ല. അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളാണ് ഇവയെല്ലാം. നേരത്തെ നമ്മൾ 13 സിഫത്തുകൾ വരെ പറഞ്ഞു. ഇനി അവിടുന്ന് അങ്ങോട്ട് 14 മുതൽ 20 വരെയുള്ള സിഫത്തുകളാണ് ഈ മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഏതെല്ലാമാണ്? 14ാമത്തെ സിഫത്ത് ഖാദിറുൻ, അല്ലാഹു തആല ഖാദിറാണ്. ഖാദിറുൻ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ് അല്ലാഹു തആല. 15ാമത്തെ സിഫത്ത് മുരീദുൻ, ഉദ്ദേശിക്കുന്നവൻ. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവനാണ്. അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. മുരീദാണ് അല്ലാഹു തആല. 16ാമത്തെ സിഫത്ത് ആലിമുൻ, അറിയുന്നവൻ. എല്ലാം അറിയുന്നവൻ ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹു മാത്രമേ ഉള്ളൂ. അല്ലാഹു തആല ആലിമാണ്.
17ാമത്തെ സിഫത്ത് ഹയ്യുൻ, അല്ലാഹു തആല ജീവിച്ചിരിക്കുന്നവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അല്ലാഹു തആല. 18ാമത്തെ സിഫത്ത് സമീഉൻ, കേൾക്കുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ് അല്ലാഹു തആല. 19ാമത്തെ സിഫത്ത് ബസീറുൻ, കാണുന്നവൻ, എല്ലാം കാണുന്നവനുമാണ് അല്ലാഹു തആല. 20ാമത്തെ വാജിബായ സിഫത്ത് മുതകല്ലിമുൻ, സംസാരിക്കുന്നവൻ. ഇങ്ങനെ 20 വാജിബായ സിഫത്തുകളാണ് അള്ളാഹുവിനിക്കുള്ളത്. ഒരിക്കൽ കൂടെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഈ വാജിബായ സിഫത്തുകൾ അതിന്റെ അറബിയും അതിന്റെ അർത്ഥവും നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഇവക്കെതിരായ കാര്യങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ നമ്മൾ 20 വാജിബായ സിഫത്തുകൾ പറഞ്ഞല്ലോ, അതിന് വിപരീതമായ, അതിനെതിരായ ഒന്നും അള്ളാഹുവിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതിനാണ് മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറയുന്നത്. കണ്ടോ, ഇവക്കെതിരായ കാര്യങ്ങൾ അള്ളാഹുവിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതിന് മുസ്തഹീല് എന്ന് പറയും. ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇത് അള്ളാഹുവിന്റെ ജായിസായ സിഫത്താകുന്നു. അങ്ങനെ വാജിബായ സിഫത്തുകൾ 20, മുസ്തഹിലായ സിഫത്തുകൾ 20, ജായിസായ സിഫത്ത് 1. അങ്ങനെ ആകെ 41 സിഫത്തുകളാണ് അള്ളാഹുവിനുള്ളത്. ആ അള്ളാഹുവിന്റെ സിഫത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു പാട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അത് മനോഹരമായി കേൾക്കാൻ ഇവിടെ QR കോഡ് തന്നിട്ടുണ്ട്. അത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അത് കേൾക്കാവുന്നതാണ്. നമുക്കൊന്ന് പാടാം. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ സമീഉനിൽ ബാസിറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തൻതളിമുൻ ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സംഉൻ ബസർ ഹയാത്തുനിൽ ഇൽമു കലാമുൻ ഇസ്തമർ. ഇത് മനോഹരമായി കേൾക്കാൻ ഇവിടെ ഈ കോഡ് സ്കാൻ ചെയ്താൽ മതി. ഇനി അടുത്തത് അത്തദ്രീബാത്ത്, വ്യക്തമാക്കാം. അള്ളാഹുവിന് വാജിബായ സിഫത്തുകളിൽ നിന്ന് 3 എണ്ണം എഴുതുക. നമ്മളിപ്പോൾ 20 വാജിബായ സിഫത്തുകൾ പഠിച്ചു. ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാജിബായ സിഫത്തുകളുടെ നേരെ വിപരീതമായ സിഫത്തുകൾക്കാണ് മുസ്തഹീലായ സിഫത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇത് അള്ളാഹുവിന്റെ ജായിസായ സിഫത്താകുന്നു. ഇനി വിപരീത പദം എടുത്തെഴുതാം. ബ്രാക്കറ്റിൽ എന്തെല്ലാം ഉണ്ട്? കഴിവില്ലാത്തവൻ, ഉദ്ദേശിക്കാത്തവൻ, അറിവില്ലാത്തവൻ, സംസാരിക്കാത്തവൻ, ജീവിച്ചിരിക്കാത്തവൻ, കേൾവിയില്ലാത്തവൻ, കാഴ്ചയില്ലാത്തവൻ. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ വാജിബായ 20 സിഫത്തുകൾ കൃത്യമായി പഠിച്ചാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് മുസ്തഹീലായ സിഫത്ത്. അതിന്റെ മലയാളം അറിയാൻ കൂടുതൽ പ്രയാസമുണ്ടാവില്ല. പക്ഷെ അറബിയും കൂടെ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഇവിടെ നമുക്കൊന്ന് വിപരീത പദങ്ങൾ നോക്കാം. ബസീർ, ബസീർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞു. ബസീർ, അല്ലാഹു തആല ബസീറാണ്, കാണുന്നവനാണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ്, അതിന്റെ വിപരീതം എന്താണ്? കാഴ്ചയില്ലാത്തവൻ. ബസീർ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് കാണുന്നവൻ, അതിന്റെ ഓപ്പോസിറ്റ് കാഴ്ചയില്ലാത്തവൻ. രണ്ടാമത്തത് ആലിമുൻ, അറിയുന്നവൻ, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അറിവില്ലാത്തവൻ. മുരീദ്, ഉദ്ദേശിക്കുന്നവൻ, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഉദ്ദേശിക്കാത്തവൻ. മുതകല്ലിമ്, സംസാരിക്കുന്നവൻ, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സംസാരിക്കാത്തവൻ. ഖാദിറുൻ, കഴിവുള്ളവൻ, ഓപ്പോസിറ്റ് കഴിവില്ലാത്തവൻ. ഹയ്യുൻ, ജീവിച്ചിരിക്കുന്നവൻ, അതിന്റെ ഓപ്പോസിറ്റ് ജീവിച്ചിരിക്കാത്തവൻ. സമീഉൻ, കേൾക്കുന്നവൻ, അതിന്റെ ഓപ്പോസിറ്റ് കേൾവിയില്ലാത്തവൻ. അപ്പോൾ ഇങ്ങനെ വാജിബായ സിഫത്തുകൾ കൃത്യമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിന്റെ വിപരീത പദം, അതിന്റെ ഓപ്പോസിറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി ഉത്തരം എഴുതാം. ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. സമഅ എന്ന സിഫത്തുള്ള അല്ലാഹു സമീ ആകുന്നു. സമഅ എന്ന് പറഞ്ഞാൽ കേൾവി. കേൾവി എന്ന സിഫത്തുള്ള അല്ലാഹു സമീ ആകുന്നു, കേൾക്കുന്നവനാകുന്നു. അതുപോലെ താഴെ നമ്മൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ബസർ എന്ന സിഫത്തുള്ള അല്ലാഹു ആരാകുന്നു? ബസീർ ആകുന്നു. കാഴ്ച എന്ന സിഫത്തുള്ള അല്ലാഹു കാഴ്ചയുള്ളവനാകുന്നു. ഡാഷ് എന്ന സിഫത്തുള്ള അല്ലാഹു ഖാദിർ ആകുന്നു. ഏതായിരുന്നു? കഴിവ്. കഴിവ് എന്ന സിഫത്തുള്ള അല്ലാഹു ഖാദിർ ആകുന്നു, കഴിവുള്ളവനാകുന്നു. കഴിവ് എന്നുള്ളതിന് നമ്മൾ എന്താണ് പറഞ്ഞത്? ഖുദ്റത്ത്. ഖുദ്റത്ത് എന്ന സിഫത്തുള്ള അല്ലാഹു ഖാദിർ ആകുന്നു.
ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ആരാകുന്നു? ഹയ്യാകുന്നു. ഡാഷ് എന്ന സിഫത്തുള്ള അള്ളാഹു മുരീദാകുന്നു. ഇറാദത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു മുരീദാകുന്നു. ഈ രൂപത്തിൽ വിദ്യാർത്ഥികൾ ഇതെല്ലാം ഇവിടെ പൂരിപ്പിച്ചു കൊടുക്കണം. ഇനി അടുത്തത്, സിഫത്തുകൾക്ക് കളർ നൽകാം. വാജിബായ സിഫത്തിന് പച്ചയും മുസ്തഹീലായ സിഫത്തിന് ചുവപ്പും നമ്മൾ കൊടുക്കണം. ഒന്നാമത്തത് തുടക്കമില്ലാതിരിക്കൽ. അള്ളാഹു താല തുടക്കമില്ലാത്തവനല്ലേ, അത് അള്ളാഹുവിനെ സംബന്ധിച്ച് വാജിബായ സിഫത്താണ്, അവിടെ പച്ച കളർ കൊടുക്കണം. അന്ത്യമുണ്ടാകൽ. അള്ളാഹുവിനക്ക് അന്ത്യമുണ്ടോ? അന്ത്യമുണ്ട് എന്ന് പറയൽ മുസ്തഹീലല്ലേ, ഉണ്ടാവാൻ പാടില്ലാത്തതല്ലേ, അപ്പോൾ അത് മുസ്തഹീലായ സിഫത്തിന്റെ ഉദാഹരണമാണ്, മുസ്തഹീലായ സിഫത്താണ്, ചുവപ്പ് കൊടുക്കണം. സംസാരിക്കുന്നവൻ. അള്ളാഹു താല സംസാരിക്കുന്നവനല്ലേ, വാജിബായ സിഫത്താണ്, പച്ച കൊടുക്കണം. സ്വയം നിലനിൽക്കൽ. അള്ളാഹു താല ഖിയാമും ബിൻ നഫ്സല്ലേ, സ്വയം നിലനിൽക്കുന്നവനല്ലേ, അപ്പോൾ അത് വാജിബായ സിഫത്താണ്, പച്ച. കഴിവില്ലാത്തവൻ, അത് അള്ളാഹുവിനെ സംബന്ധിച്ച് മുസ്തഹീലാണ്, അവിടെ ചുവപ്പ് കൊടുക്കണം. ഏകത്വം. അള്ളാഹു താല ഒരുവനല്ലേ, അത് വാജിബായ സിഫത്താണ്, പച്ചയാണ്. കാഴ്ചയുള്ളവൻ വാജിബാണ്. അജ്ഞത അറിവില്ലായ്മ, അത് മുസ്തഹീലാണ്. കേൾവിയില്ലാത്തവൻ മുസ്തഹീലാണ്. സംസാരം വാജിബാണ്. ഉദ്ദേശിക്കാത്തവൻ മുസ്തഹീലാണ്. ബദിരൻ മുസ്തഹീലാണ്. അറിവുള്ളവൻ വാജിബ്, കഴിവുള്ളവൻ വാജിബ്. ഇങ്ങനെ വാജിബായ സിഫത്തുകൾക്ക് പച്ച നിറവും മുസ്തഹീലായ സിഫത്തുകൾക്ക് ചുവപ്പ് നിറവുമാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി അവസാനത്തെ പാഠം അല്ലാഹു മുനസ്സഹുൻ. നമ്മളിപ്പോൾ ഈ 3 പാഠങ്ങളിലായി അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളൊക്കെ നമ്മൾ പഠിച്ചു, അതിന്റെ അർത്ഥവും നമ്മൾ പഠിച്ചു. ഇനി ഈ അവസാനത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹുവിന്റെ മുസ്തഹീലായ സിഫത്തുകളാണ്. അള്ളാഹുവിന് വാജിബായ 20 സിഫത്തുകൾ നാം പഠിച്ചു. അവക്ക് വിപരീതമായ സിഫത്തുകൾക്ക് മുസ്തഹീൽ എന്ന് പറയപ്പെടും. മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനക്ക് ഉണ്ടാവാൻ പാടില്ലാത്തത്, അതിനാണ് മുസ്തഹീൽ എന്ന് പറയുന്നത്. അപ്പോൾ വാജിബായ സിഫത്തിന്റെ നേരെ വിപരീതമാണ് മുസ്തഹീലായ സിഫത്തുകൾ. അവ അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്തതാകുന്നു, അവ നമുക്ക് പഠിക്കാം. ഇനി ഈ പട്ടിക വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു പട്ടികയാണ്. ഒന്നാമത്തത് വുജൂദ്. ഈ ഫസ്റ്റ് കോളത്തിലുള്ളത് നമ്മൾ കഴിഞ്ഞ 3 പാഠങ്ങളിൽ പഠിച്ച വാജിബായ സിഫത്തുകളാണ്. അതിന്റെ വിപരീത പദം, അതിന്റെ നേരെ മുസ്തഹീലായ സിഫത്തുകൾ കൊടുത്തിട്ടുണ്ട്. വുജൂദ് കണ്ടോ, വുജൂദ് എന്ന് പറഞ്ഞാൽ ഉള്ളവനാവൽ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് അദം, ഇല്ലാതിരിക്കൽ. ഖിദം, അതിന്റെ ഓപ്പോസിറ്റ് ഹുദൂസ്, പുതുതാവൽ. ഖിദം എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാതിരിക്കൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹുദൂസ്, പുതുതാവൽ. അള്ളാഹു തആല പുതിയതായിട്ട് ഉണ്ടായതാണ് എന്ന് പറയൽ. മൂന്നാമത്തത് ബഖാ, അതിന്റെ ഓപ്പോസിറ്റ് ഫനാ, നശിക്കൽ. അള്ളാഹു തആല നശിക്കും എന്ന് പറയാൻ പറ്റുമോ? നശിക്കുക എന്നുള്ള സിഫത്ത് അള്ളാഹുവിനിക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പിന്നെ മുഖാലഫത്തുൽ ഹവാദിസ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് മുസ്തഹീലായ സിഫത്ത് മുമാസലത്തുൽ ഹവാദിസ്, സൃഷ്ടികളോട് തുല്യമാവൽ. ഖിയാമും ബിൻ നഫ്സ്, അതിന്റെ ഓപ്പോസിറ്റ് ഇഹ്തിയാജ്, അന്യാശ്രയം. അള്ളാഹു തആലാക്ക് ഏതെങ്കിലും കാര്യത്തിന് വേറെ ആരുടെയെങ്കിലും സഹായത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അള്ളാഹു തആല ഖിയാമും ബിൻ നഫ്സ് ആണ്, സ്വയം നിലനിൽക്കാൻ കഴിവുള്ളവനാണ്. അപ്പോൾ ഇഹ്തിയാജ് എന്നുള്ളത് മുസ്തഹീലാണ്. ഇനി വഹദാനിയത്ത്, ഏകത്വം, അതിന്റെ ഓപ്പോസിറ്റ് തഅദ്ദുദ്, ഒന്നിലധികമാവൽ, അത് മുസ്തഹീലാണ്. ഖുദ്റത്ത്, കഴിവ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് അജ്സ്, കഴിവില്ലായ്മ. ഇറാദത്ത്, ഉദ്ദേശം, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കറാഹത്ത്, ഉദ്ദേശമില്ലായ്മ. ഇൽമ്, അറിവ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ജഹ്ല്, അറിവില്ലായ്മ. ഹയാത്ത്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് മൗത്ത്, മരണം. സംഅ്, കേൾവി, അതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്വമം, കേൾവിയില്ലായ്മ. ബസർ, കാഴ്ച, അതിന്റെ ഓപ്പോസിറ്റ് ആണ് അമൻ, കാഴ്ചയില്ലായ്മ. കലാം, സംസാരം, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ബക്കം, സംസാരമില്ലായ്മ. കൗനുഹു ഖാദിറൻ, കഴിവുള്ളവനായിരിക്കൽ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കൗനുഹു ആജിസൻ, കഴിവില്ലാത്തവനാവൽ. കൗനുഹു മുരീദൻ, ഉദ്ദേശമുള്ളവനാവൽ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കൗനുഹു കാരിഹൻ, ഉദ്ദേശമില്ലാത്തവനാവൽ. കൗനുഹു ആലിമൻ, അറിവുള്ളവനാവൽ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കൗനുഹു ജാഹിലൻ, അറിവില്ലാത്തവനാവൽ. കൗനുഹു ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവനാവൽ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കൗനുഹു മയ്യിതൻ, ജീവനില്ലാത്തവനാവൽ. കൗനുഹു സമീഅൻ, കേൾവിയുള്ളവനാവൽ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കൗനുഹു അസം, കേൾവി ഇല്ലാത്തവനാവൽ. കൗനുഹു ബസീറൻ, കാഴ്ചയുള്ളവനാവൽ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കൗനുഹു അഅ്മ, കാഴ്ചയില്ലാത്തവനാവൽ.
18-ാമത്തത് കൗനുഹു മുതകല്ലിമൻ, സംസാരമുള്ളവനാവൽ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് കൗനുഹു അബ്കം, സംസാരമില്ലാത്തവനാവൽ. ഇങ്ങനെ ഓരോ വാജിബായ സിഫത്തിന്റെയും നേരെ വിപരീതമാണ് മുസ്തഹീലായ സിഫത്തുകൾ. അതുകൊണ്ട് ഈ പട്ടിക നിർബന്ധമായും വിദ്യാർത്ഥികൾ അറബിയും അതിന്റെ അർത്ഥവും പഠിച്ചിരിക്കണം. ഇനി അവസാനത്തെ ഒരു സിഫത്ത്, വാജിബായ സിഫത്തുകൾ 20 നമ്മൾ പറഞ്ഞു, മുസ്തഹീലായ സിഫത്തുകൾ 20 പറഞ്ഞു. ഇനി അള്ളാഹുവിനക്ക് ജായിസായ ഒരു സിഫത്തുണ്ട്. എന്താണ് ജായിസായ സിഫത്ത്? അള്ളാഹുവിന് ജായിസായ സിഫത്ത് ഒന്ന് മാത്രമാണ്. അതേതാണ്? ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു, ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. അത് അള്ളാഹുവിന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു, ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. ഇതാണ് അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത്. ഇങ്ങനെ വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളും ജായിസായ ഈ ഒരു സിഫത്തുമാണ് വിദ്യാർത്ഥികൾ ഈ 4 പാഠങ്ങളിലായിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഉത്തരം എഴുതാം. മുസ്തഹീലായ സിഫത്ത് എന്നാൽ എന്താണ്? വാജിബായ സിഫത്തിന്റെ നേരെ വിപരീതമാണ് മുസ്തഹീലായ സിഫത്ത്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്താണ് മുസ്തഹീലായ സിഫത്ത്. വിപരീതം എഴുതാം. ഖുദ്റത്ത്, ഖുദ്റത്ത് എന്നുള്ളതിന്റെ വിപരീതം എന്താണ്? നമ്മളിവിടെ പഠിച്ചു അജ്സ്. ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ കഴിവ്, അതിന്റെ ഓപ്പോസിറ്റ് അജ്സ്, കഴിവില്ലായ്മ. അടുത്തത് കൗനുഹു മുരീദൻ, ഉദ്ദേശമുള്ളവനാവൽ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് കൗനുഹു കാരിഹൻ, ഉദ്ദേശമില്ലാത്തവനാവൽ. പിന്നെ ബസർ, ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ച, അതിന്റെ ഓപ്പോസിറ്റ് ആണ് അമ, കാഴ്ചയില്ലായ്മ. കൗനുഹു മുതകല്ലിമൻ, സംസാരമുള്ളവനാവൽ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് കൗനുഹു അബ്കം, സംസാരമില്ലാത്തവനാവൽ. ഇങ്ങനെ വാജിബായ സിഫത്ത് തന്നിട്ട് മുസ്തഹീലായ സിഫത്ത് എഴുതാൻ പറയും. അതുകൊണ്ട് വാജിബായ സിഫത്തും അറിയണം, മുസ്തഹീലായ സിഫത്തും അർത്ഥസഹിതം വിദ്യാർത്ഥികൾ പഠിക്കണം. അർത്ഥം എഴുതാം. കൗനുഹു കാരിഹൻ, എന്താണ് കൗനുഹു കാരിഹൻ എന്ന് പറഞ്ഞാല്? ഉദ്ദേശമില്ലാത്തവനാവൽ. കൗനുഹു മുരീദൻ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് കൗനുഹു കാരിഹൻ, ഉദ്ദേശമില്ലാത്തവനാവൽ. പിന്നെ തഅദ്ദുദ്, തഅദ്ദുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വഹ്ദാനിയത്തിന്റെ ഓപ്പോസിറ്റ് ആണ്, ഒന്നിലധികമാവൽ. തഅദ്ദുദ്, ഒന്നിലധികമാവൽ. അടുത്തത് കൗനുഹു അസം, കൗനുഹു അസം എന്ന് പറഞ്ഞാൽ കേൾവി ഇല്ലാത്തവനാവൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൗനുഹു സമീഅൻ, അല്ലാഹു തആല കൗനുഹു സമീഅൻ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് കൗനുഹു അസം, അത് അല്ലാഹുവിന് മുസ്തഹീലാണ്, ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. കേൾവി ഇല്ലാത്തവനാവൽ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 4-മത്തത് ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു, അല്ലാഹു തആലാന്റെ ജായിസായ സിഫത്താണത്. ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. ഇങ്ങനെ 4 പാഠങ്ങളാണ് വിദ്യാർത്ഥികൾ അഖീദയിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്. ഇനിയും ഈ 4 പാഠങ്ങളിൽ അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളിലോ മുസ്തഹീലായ സിഫത്തുകളിലോ ജായിസായ സിഫത്തിലോ ആർക്കെങ്കിലും വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ നിർബന്ധമായും കമന്റിൽ ചോദിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം നൽകി അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നിർബന്ധമായും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളൊക്കെ ദുആകളിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.